ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി പരിഷ്കാരങ്ങളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പരിശീലിപ്പിച്ച് ഡ്രൈവറാക്കിയ മണിയമ്മ നമ്മളോടൊപ്പമുണ്ട്. പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് മണിയമ്മയോട് ചോദിക്കാം. മണിയമ്മ, പുതിയ പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ ശ്രദ്ധിച്ചിരുന്നോ ഡ്രൈവിംഗ് ടെസ്റ്റ്? പേപ്പറിലും ഇതിലൊക്കെ കേൾക്കുന്നുണ്ട്. 40 വർഷമായി ഈ സേവനത്തിലുണ്ടല്ലോ. എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആർടി ഓഫീസിൽ നിന്നുകളിലൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും സാർമാർ തരും, അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യും. ഓരോ മാറ്റങ്ങളും എല്ലാവരും അത് അംഗീകരിക്കും, അല്ലാതെ ഇന്ന് വരെ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്നും അംഗീകരിക്കാതെ ഇരുന്നിട്ടില്ല. എച്ച് ഒഴിവാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. റോഡിൽ അപകടങ്ങൾ കൂടുന്നു, അപ്പോൾ കൂടുതൽ നൈപുണ്യം ഈ ഡ്രൈവിംഗിൽ വേണം എന്നതാണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് ആ പരിഷ്കാരം ഉപകരിക്കുമോ? ആ പരിഷ്കാരം ഉപകരിക്കും. നമ്മൾ അതിനനുസരിച്ച് ഓരോരുത്തരെ തയ്യാറാക്കും. ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ ഇനി ലൈസൻസ് എടുക്കുമ്പോൾ ഗിയർ വാഹനങ്ങൾ തന്നെ ഓടിക്കണം എന്നാണ് പുതിയൊരു പരിഷ്കാരം വരുന്നത്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് അതിൽ തന്നെ ടെസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് ഓട്ടോമാറ്റിക് ലൈസൻസ് കൊടുക്കണം. പിന്നെ ഇത്തരം മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിരത്തിൽ അപകടങ്ങൾ കുറയും എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? നിരത്തിൽ അപകടങ്ങൾ കുറയുമെന്ന് എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. പഠിക്കാഞ്ഞിട്ടൊന്നും അല്ല, അപകടം ഉണ്ടാകണം. അശ്രദ്ധ മൂലമാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകണം. ലൈറ്റ് ഇല്ലാതെ വരിക, പാർക്ക് ചെയ്തേക്കണ അസ്ഥാനത്തായിരിക്കുക. പിന്നെ റോഡിന്റെ വികസനം ഏറ്റവും അനിവാര്യമാണ്. നമ്മൾ എത്തേണ്ട സമയത്തിന് ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും ആ സ്ഥലത്ത് എത്താമെന്ന് വിചാരിച്ച് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്ര ആക്സിഡൻസ് ഉണ്ടാവില്ല. 15 വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കണം. നമ്മള് ഡ്രൈവിംഗ് സ്കൂൾ സത്യത്തിൽ അത്തരം പഴക്കമുള്ള വാഹനങ്ങളില്ല. ഈ M8 പോലെയുള്ള വണ്ടികൾ ഇപ്പൊ കിട്ടാനില്ല. ലേഡീസിനെ കുറച്ചുകൂടി കയറിയിരുന്ന് ഏറ്റെടുക്കാനൊക്കെ സൗകര്യം ആ വണ്ടിയായിരുന്നു. മാറ്റം വന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. മിക്കവരും ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന പെൺപിള്ളേരാണ്. പിന്നെ പ്രായമുള്ളവർക്ക് ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയും ഉണ്ടല്ലോ, അതുപോലെ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. ഈ ഡാഷ്ബോർഡിൽ ക്യാമറ വെക്കണം, അതിനുശേഷം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി വരുമെന്ന് എനിക്ക് തോന്നണം. എങ്ങനെയാണെന്ന് അറിയില്ല. നിലവിലുള്ള സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്, എച്ചെടുക്കുന്നതായാലും എട്ടെടുക്കുന്നതായാലും. അപ്പൊ പുതിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് ചിലവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. പഠിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിലും അത് മാറ്റങ്ങൾ വരുത്തുമായിരിക്കും അല്ലേ? വരുത്താതെ നമുക്ക് മുന്നോട്ട് പോവാനാവില്ലല്ലോ. വേണ്ടി വരും. എന്തായാലും കാത്തിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് പുതിയ ആളുകളെ പരിശീലിപ്പിക്കാൻ ഇവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മൽഘോഷിനൊപ്പം ശ്യാമളി ശശിധരൻ, മാതൃഭൂമി.